ഹലോ, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. പക്ഷെ ഇന്നത്തെ സൺഡേ വ്ളോഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വളരെ ബിസി ആയിട്ടുള്ള ഒരു സൺഡേ ആണ്. ഇന്നലെ ഇൻസ്റ്റഗ്രാം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും, ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അത് നമ്മൾ 3 പേരും കൂടി വീട്ടിലിരുന്ന് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ സാറ്റർഡേ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ചും കൂടി ഒരു വലിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് ശരിക്കും ബർത്ത്ഡേ എവിടെ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ എല്ലാവരും ചോദിച്ച് ഞങ്ങൾ നാളെ കെടുത്തിയ കാരണം ഞങ്ങൾ ഈ സാറ്റർഡേ മോന് കുറച്ചും കൂടി വലിയൊരു ബർത്ത്ഡേ പാർട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഇതുവരെ ഒന്നും ആയിട്ടില്ല, കേക്കായിട്ടില്ല, മെനു ആയിട്ടില്ല, ഡ്രസ്സായിട്ടില്ല. അപ്പോൾ അതിനുള്ള ഷോപ്പിംഗ് ആയിരിക്കും ഇന്ന് ഫുൾ സൺഡേ. നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരിക്കും പോകുന്നത്. ബിക്കോസ് ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങുവാണ്. സാധാരണ ഞങ്ങൾ ഉച്ചയായാലും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അപ്പോൾ കാണാം. ഒരാളവിടെ വളരെ ബിസി ആയിട്ട് ഇരുന്ന് കളിക്കുകയാണ്. ഞാനെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഡ്രസ്സ് ചീത്തയാക്കി കളയാതിരുന്നാൽ മതി. എൻ്റെ അച്ഛൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് ഒരു പരിവാക്കുമെന്ന് പറഞ്ഞൂടെ. ചിദ്ദു 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 ഇയാളെന്തെടുക്കുന്ന, ഇയാളെന്താ ഇട്ടിരിക്കുന്ന? ഇയാള് പുതിയ ഡ്രസ്സാണോ? ന്യൂ ഡ്രസ്സാണോ സിദ്ധു നീ ഇട്ടിരിക്കുന്നേ? ന്യൂ ആണോ? അത് ഗിഫ്റ്റ് ആണോ? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ സിദ്ധു? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ? റിയ ചേച്ചി തന്നെയാണോ? റിയ ആൻറ്റി തന്നെയാണോ? അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ല പോകുന്നത്. എന്താന്ന് വെച്ചാല് കേക്ക് ഷോപ്പ് ഉച്ച വരെ ഉള്ളൂ. അപ്പൊ അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത് നമുക്ക് ഏതാ നല്ല കേക്ക് ഷോപ്പ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഒരു കേക്ക് ഷോപ്പ് ഗൂഗിളിൽ കണ്ടു പോവുകയാണ്. അപ്പം ആദ്യമേ അവിടെ പോയിട്ട് നമുക്കൊരു കേക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ അവിടോട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ബേക്കറി ആൻഡ് കസ്റ്റം കേക്ക്സ്. അവിടെയാണ് ഒരു കേക്ക് ഓർഡർ ചെയ്ത് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അകത്ത് അവർ വീഡിയോ എടുക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അകത്ത് ചെന്ന് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരും. ഇതാണ് നമ്മുടെ കേക്ക്. ഇവിടെ കസ്റ്റം കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് വേണ്ട, നമ്മൾ പറയുന്ന ഷേപ്പിൽ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കും. ഇതാണ് കേക്ക് ഷോപ്പ്. ഒരു ആൽബം ഒക്കെ ഇരിപ്പുണ്ട്. ഇതിങ്ങനെ പല പല ഷേപ്പില് കേക്കുകളോടെ ഉണ്ടാക്കും. ഇതൊരു മിക്കി മൗസ് കേക്ക് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ട,
നമ്മൾ പറയുന്ന ഡിസൈനിൽ ഇവർ കേക്ക് ഉണ്ടാക്കി തരും. അപ്പം മോന് വേണ്ടി ഞങ്ങൾ ഇവൻ്റെ എലിഫൻ്റാണ് തീം. ഒരു എലിഫൻറ്റ് തീമിലെ ഒരു കേക്കൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരിനി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും. അപ്പം കേക്ക് ഇപ്പം ഞാൻ കാണിക്കത്തില്ല, ബിക്കോസ് അതിൻ്റെ സർപ്രൈസ് എലമെൻറ്റ്. കേക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ട സാധനങ്ങളാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അവർ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ വലിയ പാവകള് ഇതിങ്ങനെ ഇതല്ലേ മനോജ, ഈ പാവകൾ ഇങ്ങനെ പൊട്ടിക്കുന്നില്ലേ, ഇതിനകത്ത് മുട്ടായികൾ നിറച്ചിങ്ങനെ വെക്കും. എന്നിട്ട് പിള്ളേരുടെ പാർട്ടിക്ക് ഇത് കെട്ടി തൂക്കിയിടും. കെട്ടി തൂക്കി ഇട്ടിട്ട് ഇത് തല്ലി പൊട്ടിക്കും. അപ്പൊ മുട്ടായി എല്ലാം കൂടി പുറത്തോട്ട് വരും. ഇതൊരു മിനി മൗസ് കേക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇവർക്ക് വേറെ പേസ്ട്രീസ് ഒക്കെ ഉണ്ട്. പേസ്ട്രി കപ്പ് കേക്ക് ഒക്കെ ഇരിപ്പുണ്ട്. ഫ്രൂട്ട് സാലഡ് ഇവിടെയുണ്ട്. ഇനി നമ്മൾ പോകുന്ന മൈക്കിൾസ് എന്ന് പറഞ്ഞൊണ്ടൊരു കടയുണ്ട്. നമ്മൾക്ക് ഇനിയും ഫുഡ് കഴിക്കാൻ നേരമായിട്ടില്ല. പാർട്ടിയുടെ ആവശ്യത്തിനുള്ള പേപ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് മൈക്കിൾസ്. അത് കഴിഞ്ഞ് പിന്നെ ഇവന് കുറച്ച് പേപ്പർ പ്ലേറ്റ്സ്, ബലൂൺസ് അതെല്ലാം മേടിക്കാൻ. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഡോളർ സ്റ്റോറിൽ പോകും. കടയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഷോപ്പിംഗ് സ്ട്രിപ്പാണ്. ഇത് ഷോപ്പിംഗ് മോളല്ല, സ്ട്രിപ്പാണ്. എന്ന് കഴിഞ്ഞാൽ ഒരുപാട് കടകൾ ഈ ഒരു സ്ട്രിപ്പിൽ ഇങ്ങനെ അടുത്തടുത്തടുത്ത് നിൽപ്പുണ്ട്. ഇവിടുത്തെ എല്ലാം വലിയ നല്ല നല്ല ഇവിടുത്തെ വലിയ ഫേമസ് കടകളാണ് ഇതെല്ലാം. TJ Maxx, ഹോം ഗുഡ്സ്, മൈക്കിൾസ് എന്നൊക്കെ പറഞ്ഞു. കണ്ട ഒരുപാട് കടകൾ. ഇത് ഒരൊറ്റ ബിൽഡിംഗ് പോലെ ഇരിക്കും, പക്ഷെ ഇതിനകത്ത് കുറേ കടകളാണ്, എല്ലാം കടയാണ്. ഇപ്പൊ നമ്മളിത് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് മൈക്കിൾസ്. അപ്പൊ ഇനി ഇതിന്റെ അകം ഞാൻ എന്റെ ക്യാമറമാൻ ആയിരിക്കും എന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഇത് കണ്ട, ഇതൊക്കെ ഓരോ ഡെക്കറേഷൻ, നമുക്ക് പാർട്ടിക്കൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ ജുവലറി ബോക്സ്, ഇതൊക്കെ നമുക്ക് പെയിന്റ് അടിച്ച് വേറെ. ഇവിടെ ഫിനിഷ്ഡ് അല്ല, ഇവിടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. കിളിക്കൂടുകൾ, ഇതെല്ലാം നമ്മുടെ വല്ല പാർട്ടിയുടെ തീമായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വയ്ക്കാം.
ഇവിടെ ഇങ്ങനെ ഈ കല്യാണങ്ങളൊക്കെ ഉണ്ട്. ഈ കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടോ, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഓരോ തീമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഹാങ് ചെയ്തൊക്കെ ഇങ്ങനെ ഇടും ഓരോ സാധനങ്ങൾ. പിന്നെ ഇവിടെ നല്ല ആർട്ടിഫിഷ്യൽ പൂക്കള്, പിന്നെ ഇതെല്ലാം പൂവാണ്. ഇതൊക്കെ നമുക്ക് ഡെക്കറേഷനായിട്ട് ഇപ്പം നമുക്ക് ഫ്ലവർ ബെഡ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കണം. ഇത് കണ്ടോ, ഇത് കുറേ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്. പിന്നെ ഇപ്പൊ ഇവിടെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ആവുമ്പോൾ ഈസ്റ്റർ ബണ്ണീസ് വരും. അതാണ് തോന്നുന്നതോ ബണ്ണീസ് ഇരിക്കുന്നുണ്ട്, ഈസ്റ്റർ ബണ്ണി. ഈ കടയിൽ മൊത്തം സ്ഥലത്ത് ഈസ്റ്റർ ബണ്ണീസ് ഉണ്ട്. വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു. ഒരു ബാസ്ക്കറ്റിന്റെ ആവശ്യമുള്ളൂ. ഈസ്റ്റർ ബണ്ണി ഈസ്റ്റർ ആകുമ്പോൾ ഇവിടെ എഗ് ഹണ്ടിങ് എന്നും പറഞ്ഞുകൊണ്ട് ഈ എഗ്സ് ഇങ്ങനെ എടുക്കും. അതിൻ്റെ ഓരോ സ്ഥലത്ത് കൊണ്ട് ഒളിച്ചു വയ്ക്കും. എന്നിട്ട് പിള്ളേരത് ഈ ബാസ്ക്കറ്റിനകത്ത് തപ്പി ഇങ്ങനെ കൊണ്ടുവരും. അതിനാണ് ഈ ബാസ്ക്കറ്റ്സ്. അതെല്ലാം ഈ ബാസ്ക്കറ്റ്സ് ആണ്. ഇത് വേണ്ട, ഇതാണ് ഈസ്റ്റർ ബണ്ണീസ്. പല പല ഷേപ്പിലെ ബണ്ണീസാണ്. ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ബണ്ണി ഇതുണ്ട്, ഇതുണ്ട്. പിന്നെ അവരുടെ എഗ്ഗുണ്ട്, എഗ് ഹണ്ടി. ഇതെല്ലാം ബണ്ണീസാണ്, ഇതെല്ലാം ബണ്ണീസാണ്. ഭയങ്കര ക്യൂട്ടാണ്. ഇത് എഗ് ഹണ്ടിങ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എഗ് ഹണ്ടിങ്ങിന്റെ ബാസ്ക്കറ്റ്. അതിൻ്റെ എഗ് ഇവിടെ ഉണ്ട്. എഗ് ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള എഗ് അല്ല, ഇതുപോലത്തെ എഗ്സ് ഇതിനകത്ത് പല പല സ്ഥലത്ത് ഒളിച്ചിട്ട് പിള്ളേർ ഇതിനകത്താണ് പെറുക്കി. ഇതാണ് അതും ഇവിടെ വിൽക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ട കുറേ ബണ്ണീസ് ഇരിക്കുന്നു. നോക്കി ഇതെല്ലാം ബണ്ണീസ് ആകുമ്പോ ക്യാരറ്റ് വേണമല്ലോ. ക്യാരറ്റും ഉണ്ട്. ഇത് ബണ്ണീസ് എല്ലാ ബണ്ണീസിനും ഒരു മുതുമുത്തപ്പൻ ബണ്ണി തോന്നി. അത്രയേ ഉള്ളൂ ഒരു ബണ്ണിയാണ്. പിന്നെ അതോ ഈസ്റ്റർ എഗ്, ഈസ്റ്റർ മുട്ട. ഇവൻ്റെ അത്രയേ ഉള്ളൂ ഒരു മുട്ട. ഇനി നമ്മളിനി ഡോളർ സ്റ്റോറിൽ പോയിട്ട് കാണിച്ചു തരാം. ബർത്ത്ഡേ ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ. പക്ഷേ ഈ സസ്പെൻഡേഴ്സ് ഇവന് ബ്ലൂ ഇല്ലല്ലോ. ഈ സസ്പെൻഡേഴ്സ് ഗ്രീൻ അവന് വേണ്ടത്. സസ്പെൻഡേഴ്സ് മാത്രമായിട്ട് ഈ ഷർട്ട് ഉണ്ട്, ഈ സസ്പെൻഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതും ഇതിന് ഈ സസ്പെൻഡർ ചെയ്യും. അല്ല ഇത് ചെയ്തു, ഇത് ചെയ്തു. ഇത് ചേർന്ന് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ഷർട്ട്. ഇത് രണ്ടും ഡാർക്ക് ബ്ലൂ ഷർട്ടും കൂടി കിട്ടിയാൽ നല്ലതായിരിക്കും. നമ്മളപ്പോൾ അവനൊരു പാൻറ്റും ഒരു സസ്പെൻഡേഴ്സും കിട്ടി. പക്ഷെ ഇതൊന്നും കിട്ടിയില്ല. ഇതൊന്നും നമ്മൾ എടുത്തില്ല. പക്ഷെ ഇതൊക്കെ കണ്ട നല്ല പിള്ളേർ, കൊച്ചു പിള്ളേർക്ക് സൂട്ടുണ്ട്. പിന്നെ ഇവിടെ സസ്പെൻഡേഴ്സും ഉണ്ട്. ഞാൻ നേരത്തെ കണ്ടു. പിന്നെ വേറൊരു സൂട്ടുണ്ട്.
ഇങ്ങനത്തെ പാൻറ്റിൻ്റെ സൂട്ട്, ഫുൾ സൂട്ട്. പക്ഷെ ഫുൾ സൂട്ട് വേണ്ടെന്ന് വെച്ച് ഒരു പാൻറ്റ് മാത്രമേ എടുത്തു. അപ്പോൾ ഇനി ഷർട്ട് നമ്മൾ വേറൊരു കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും. പിന്നെ കാണാം. ഒരു കടയിൽ നല്ല ഡ്രസ്സ് കിട്ടുമോ എന്നറിയാൻ വന്നാണ്. നല്ല ഡ്രസ്സുള്ള കടയാണ്, ഡ്രസ്സ് പാടുന്നത്. ഇതൊരു ബ്ലൂ ആണ്, സ്ലീവ്സ്. പിന്നെ നമ്മൾ ജാക്കറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ പക്ഷെ ഇതാണ് പാൻസ് ആണ്. ഇട്ടുകൊണ്ട് നടക്കാൻ സുഖമാണ്, പക്ഷെ ഭയങ്കര നീളം. നമ്മുടെ തീം ബ്ലൂ ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് പറ്റത്തില്ല. എന്നാലും ട്രീന്നൊരു കുഴപ്പമില്ല. ഇതിന് 6 ഇഞ്ച് ഹീലേ നിന്നാലും നീളം. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. പക്ഷെ ഇവിടുത്തെ ആളുകളുടെ പൊക്കം ഇത് നമ്മൾ പിറ്റീറ്റൊക്കെ എടുത്താലും പൊക്കം കറക്കാവും. നമ്മൾ പോയ കട ഇതാണ്, ടാർഗറ്റ്. പിന്നെ നമ്മൾ പോയത് അപ്പുറത്ത് ആണ്. ഞമ്മല്ല അടുപ്പിച്ചടുപ്പിച്ച് ഇവിടെ കടകളുണ്ടെന്ന്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ നമ്മൾ പോയ ഇതെല്ലാം ഇത് ഓഫീസ് ഡിപ്പോ, ഇത് വേറെ കടയാണ്. പിന്നെ നമ്മൾ പോയത് ഡ്രസ് ബാൺ എന്ന് പറഞ്ഞത്, ആ കടയിലാണ് നമ്മൾ പോയത്. ആ ഡ്രസ്സൊക്കെ ഞാൻ വെച്ച് കാണിച്ചത്. പക്ഷെ അവിടെ നമുക്ക് നല്ലൊരു ബ്ലൂ ഡ്രസ്സ് കിട്ടിയില്ല. കൊണ്ട് നമ്മൾ ഇനിയിപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഫൈനലി പോവാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവർ ബഫേ അടച്ചു. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ബഫയാണ്, പക്ഷെ അങ്ങനെ വലിയ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഫുഡ് എടുത്തോണ്ട് വരുമ്പോൾ കാണിക്കാം. ഇവിടെ ഉറക്കത്തിലായിരുന്നു, എഴുന്നേപ്പിച്ചിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. കംപ്ലീറ്റ് ഇന്ത്യൻ ഫുഡാണ്. ഇത് കബാബ്, ഇത് ഒരു വട, ഇത് ബീൻസ്, ഇത് ഫ്രൈഡ് റൈസ്, ഇത് വേറൊരു റൈസ്. ഇവനും അത് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ ഇവന് ഒരു ഫ്രൈഡ് ചിക്കനാണ്. ഫോർക്ക് സ്പൂണൊന്നും വേണ്ടായോ? ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇവൻ്റെ പാർട്ടി നടത്തുന്നത്. അപ്പോൾ പാർട്ടി ഹോളും നമുക്ക് കാണാം. പിന്നെ ഇവൻ്റെ ഫുഡും ടേസ്റ്റ് ചെയ്യും. ഇന്ന് ഇവിടെ നമ്മൾ മെനു സെലക്ട് ചെയ്യും, എന്തൊക്കെ ഫുഡ് ഇവന് പാർട്ടിക്ക് നമ്മൾ വേണോ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ഒരു നാനും തരും, മസാല ദോശയും തരും. എല്ലാം കോംപ്ലിമെൻ്ററി ആണ്, നമ്മുടെ മെനുവിൻ്റെ കൂടെ ഉള്ളതാണ്. ഈ
ഇത് ഉണ്ടല്ലോ, ഇത് ഫിഷ് ഫ്രൈ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കബാബാണ്. കബാബല്ല, ഇത് ഫിഷ് ഫ്രൈ ആണ്. ഇത് പിന്നെ ബഫേലുള്ളതാണ്. നമ്മുടെ ഡെസേർട്ട് മാംഗോ കസ്റ്റേർഡും ഗുലാബ് ജാമുനും ആണ്. കൊള്ളാവട്ടെ ഇത് അവൻ്റെ കേസിൽ നമുക്ക് അത് കൊള്ളാവോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു ഇതാണ് നമ്മുടെ ഡോളർ ട്രീ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡോളർ സ്റ്റോഴ്സ് ഉണ്ട്. നമുക്ക് ഈ പാർട്ടിക്കൊക്കെ ഇങ്ങനെ ചുമ്മാ വൺ യൂസ് ആയിട്ട് സിംഗിൾ യൂസ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡോളർ ട്രീ, ഡോളർ സ്റ്റോറിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇനി കണ്ട അവിടെ എഴുതിയിരിക്കുന്നുണ്ട് എവരിത്തിങ് $1. ഇനി അകത്ത് പോയി എന്താണ് ഇതിന് കുറച്ച് ലിസ്റ്റ്, കുറച്ച് സാധനങ്ങളുണ്ട്, കിട്ടുമോ എന്ന് നോക്കാം. ഇത് റെഡ് ഒരെണ്ണല്ലേ ഉള്ളു. ബാക്കി ഇതോടെ എടുക്കാൻ നാലെണ്ണം കുറച്ച് മേടിച്ചേക്കാം, ആവശ്യം വല്ലടമൊക്കെ തൂക്കാം. ഇത് 2 മേടിക്കണ്ടേ? 2 വേണ്ടേ? 2 ഇല്ലല്ലേ? ഈ പോപ്കോൺ കവർ പോപ്കോൺ ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ മേക്കപ്പ് ഉണ്ട്. ഡോളർ സ്റ്റോറിലൊരു ബ്രാൻഡാണ് LA കളേഴ്സ്. ഇത് വേറൊരു LA കളറുണ്ട്, ഇനി അത് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഉണ്ട് നെയിൽ പോളിഷ് എല്ലാം $1 ഇവിടെ ഉള്ളത്. ടേബിൾ കിച്ചൺ മാറ്റ്. ഇതെന്താന്നറിയാം, നമ്മൾ മീൻ വറക്കുമ്പോ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെക്കാൻ, എണ്ണ തെറിക്കാതിരിക്കാൻ സ്പ്ലാറ്റർ കവർ നല്ലേ. ഇരിക്കുന്ന തവള, കിടക്കുന്ന തവള, ആലോചിച്ചോണ്ടിരിക്കുന്ന തവള, പിന്നെ ചുമ്മാ നടക്കുന്ന തവള. ഇത് എന്താണ് ഇവർക്ക് തവളയായിട്ട് ഇവിടുത്തെ ഫാസിനേഷൻ എനിക്ക് അറിഞ്ഞൂടാ. ഈ നമ്മുടെ നാട്ടിൽ ഈ കുരങ്ങന്മാര് കണ്ണൊക്കെ പൊത്തിരിക്കും, അതുപോലെ വലിയ
like oxygen. Oh, in an otherwise suffocating world, I'm reaching out for arms, I'm drowning in the open-ended love we're making, girl. Exhale the past, inhale a future that lasts. Change my heart, change my mind. For the last time, wanna believe in the life I've led. I don't wanna leave another word unsaid. You know my heart will follow you in tomorrow. In tomorrow. Shared my evidence you once really cared. I'm reaching for a hand to pull me up, up. One open to an everlasting love. നമ്മുടെ മോളിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് ഒക്കെ ഒന്ന് നോക്കാം. ആളുകൾ ഇങ്ങനെ കളിക്കിട്ട് അവർക്ക് പൈസ പറയും. നമ്മൾ കട തപ്പി തപ്പി നടക്കുന്നേ. Baby clothes are. The one piece. സീരിയസ് ആയിട്ടുള്ള ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ കണ്ണാടി ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്ക് എന്ത് ക്യൂട്ടാണ് ഈ ഷോർട്സ് ഒക്കെ, എന്ത് ക്യൂട്ടാണ്. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ കൊച്ചിലാണ് ഇതൊക്കെ മേടിക്കുന്നത്. ഇവൻ ഇതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. നോക്ക് ഷോർട്സിന്റെ പുറകിൽ ഈസ്റ്റർ ബണ്ണി ബാസ്കറ്റ് കൊച്ചു പിള്ളേർക്ക് എല്ലാം കൊച്ചു പിള്ളേരുടെ സെക്ഷൻ.
ഇൻഡോർ സ്പോർട്സിന് വേണ്ടി അവർ റെന്റിലൊക്കെ കൊടുക്കുന്നത്, അതിനകത്ത് ഗെയിംസൊക്കെ ആണ്. ഇത് ഏതായാലും ജുവലറി പിന്നെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ. സുഷി ബാർ കാണിച്ചു കൊടുക്കാം. സുഷി കാണിക്കും. അല്ലാത്തൊരു സുഷി പ്ലേസ് ആണ് സുഷി. ഇവിടെ കുറെ സുഷിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സുഷി റൈസിനകത്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മുകളിനകത്ത് വീടിന്റെ മുകളിൽ എല്ലാ കട തുറന്നു വെച്ചിട്ടുണ്ട്. റോക്കി മൗണ്ടൻ ചോക്ലേറ്റ് ഫാക്ടറി ചോക്ലേറ്റ് സ്പെഷ്യാലിറ്റി കടയാണ്. അവരൊരു ടെഡി ബെയർ ഗിഫ്റ്റ് ബോക്സ് സ്പെഷ്യാലിറ്റി ചോക്ലേറ്റ്. See, what's your favorite? Okay, thank you. ഇത് ചെറി ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഡിപ്റ്റ് ചെറി ചോക്ലേറ്റ് മുക്കിയിരിക്കുകയാണ്. ഇത് ആൽമണ്ട്സ് മുക്കിയിരിക്കുന്നതാണ്. ഇത് കപ്പലണ്ടി ഇതിൽ മുക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇവരുടെ തന്നെ നല്ല പ്യുവർ കൊക്കോ പൗഡർ ഉണ്ട്. കൊക്കോ പൗഡർ. പിന്നെ ഇവിടെ എന്തോ നമ്മുടെ ചോക്ലേറ്റ് വീരൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പം ചോക്ലേറ്റ് മേടിക്കുന്നില്ല. ഇനി ഉറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് മേടിക്കാം. അപ്പൊ നമ്മുടെ ഡ്രസ് ഹണ്ടിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ ഇന്നത്തെ വ്ളോഗിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ ഷോപ്പിംഗ് ഒക്കെ പോയതേ ഉള്ളൂ. ഇപ്പം ഇവിടെ സമയം 7 മണിയായി. നമ്മളുടെ ഷോപ്പിംഗ് ഒരു നമ്മുടെ ടെമ്പററി നിർത്തി എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തേക്ക് നിർത്തി. ഇതിപ്പോൾ കടയെല്ലാം അടച്ചുപോയി. അതുകൊണ്ട് ഇനിയിപ്പം ഇവൻ്റെ ബർത്ത്ഡേ ഉണ്ട് സാറ്റർഡേ. അപ്പോൾ അത് ഞാൻ വ്ളോഗ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നതരം വരെ ബൈ ബൈ ഫ്രം ടെക്സസ്.